ബദ്രിനാഥ് ക്ഷേത്രത്തിലെ മോഷണത്തിൽ ആഭ്യന്തര റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറി BKTC. മോഷണത്തിൽ കൂടുതൽ പേർക്ക് പങ്കെന്നാണ് സൂചന. CCTV ദൃശ്യങ്ങളിൽ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായി ചെന്നത്. വിഷ്ണു, എന്തൊക്കെ തെളിവുകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം? രതീഷ്, ഈ അയോധ്യയിൽ നടന്ന കൊള്ളയ്ക്ക് പിന്നാലെ തന്നെ ബദ്രിനാഥ് ക്ഷേത്രത്തിലും സംഭാവന അല്ലെങ്കിൽ വരുമാനത്തിൽ വലിയ രീതിയിൽ കൊള്ള നടന്നിട്ടുണ്ട് എന്നായിരുന്നു ഉയർന്ന ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ ഉത്തരാഖണ്ഡ് സർക്കാർ രൂപം നൽകുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണ സംഘത്തിനാണ് ഇപ്പോൾ ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്ര സമിതി സംയുക്തമായി നടത്തിയ ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് 18 പേജുള്ള ഈ റിപ്പോർട്ടിലാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മറ്റു പലർക്കു കൂടി ഇതിൽ പങ്കുണ്ട് എന്ന ചില സൂചനകൾ എന്തായാലും ഇപ്പോൾ ലഭിച്ചു. ഇവരെ തിരിച്ചറിഞ്ഞതായും ഇവരുടെ വിശദാംശങ്ങളുമാണ് ഇപ്പോൾ BKTC പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. പ്രതികൾ ഈ സംഭാവനക്കൊള്ള നടത്തി എന്നതിന് നേരത്തെയും ചില ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സംഭാവനയായി ലഭിക്കുന്ന പണം ക്ഷേത്രത്തിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാതെ VIP-കളുടെയും രാഷ്ട്രീയക്കാരുടെയും സന്ദർശനത്തിനും ദർശനത്തിനും താമസത്തിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്നതായിരുന്നു ഉയർന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. എന്തായാലും ഇവരെ സംബന്ധിച്ച ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളെ ചിലരെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോക്കോളിൽ, അതായത് SOP-യിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും SIT പരിശോധിച്ചു വരികയാണ്. 22-ാം തീയതി മുതൽ, കഴിഞ്ഞ മാസം 22 മുതൽ 25 വരെയുള്ള ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പോലീസ് നേരത്തെ കണ്ടെടുത്തിരുന്നു. ജൂൺ 29 മുതൽ ജൂലൈ 2 വരെ, അതായത് ആരോപണം ഉയർന്ന ജൂലൈ 2 വരെയുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ BKTC-യും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ജൂൺ 25-നും 29-നും ഇടയിലുള്ള ദൃശ്യങ്ങൾ CCTV റെക്കോർഡുകളിൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇവ വീണ്ടെടുക്കുന്നതിനായി ഫോറൻസിക് സംഘത്തിനും അയച്ചു നൽകിയിട്ടുണ്ട്.